പാലായിൽ പ്രവർത്തിക്കുന്ന തട്ടുകളിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കടയുടമ ജോയി പ്രതികരിക്കുന്നു. വനിതകൾ അടക്കമുള്ളവർ മദ്യലഹരിയിലായിരുന്നെന്നും ജോയി പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലാ ഇരാറ്റുപേട്ട റൂട്ടിൽ പ്രവർത്തിക്കുന്ന ജോയ്സ് ഫാസ്റ്റ് ഫുഡ് കടയിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയ എറണാകുളം വരാപ്പുഴ സ്വദേശികളായ വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഭക്ഷണം ഓർഡർ ചെയ്യുകയും അത് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ട്രാവലർ വാഹനത്തിനുള്ളിൽ കൊണ്ടുവച്ച് കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്ത ശേഷം പഴകിയ ഭക്ഷണമാണെന്ന് കടയുടമയോട് പറയുകയും സ്ത്രീകൾ അടക്കമുള്ളവർ മദ്യലഹരിയിൽ ജീവനക്കാരെയും തന്നെയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് തട്ടുകട ഉടമ ജോയി പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിക്ക് മഹാറാണിക്കവല ഞാനൊരു തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. മഹാറാണിക്കവല ഒരു ഫാസ്റ്റ് ഫുഡ് നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിക്ക് എറണാകുളത്ത് നിന്ന് വന്ന് വാരാപ്പാറ സ്വദേശികളായ ഒരു വണ്ടി വന്ന് നിർത്തി. ഞാൻ അവർക്ക് ഭക്ഷണം തരാമെന്ന് ചോദിച്ചു. ഭക്ഷണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിക്കാൻ എൻ്റെ ഐറ്റങ്ങൾ കടകളുണ്ട്. അവരൊന്ന് 7 ബീഫ് ഫ്രൈയും 2 ബീഫ് കറിയും മേടിച്ചവർ ദോശയും ഓംലെറ്റ് എല്ലാം മേടിച്ച് കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു ബീഫ് ഫ്രൈ കൂടി തരാൻ പറഞ്ഞു. ഒരു ബീഫ് ഫ്രൈ ഞാൻ അവർക്ക് വണ്ടിയിലോട്ട് കൊണ്ടുപോയി. വണ്ടിയിൽ കൊണ്ടുപോയി അവർ കഴിച്ച് ഒരു ശകലം ഒരു അരമണിക്കൂറോളം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 കഷ്ണം ബീഫായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ബീഫ് ഫ്രൈ മോശമാണ്, ഇതൊന്ന് മണത്ത് നോക്കി കേട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബീഫ് ഫ്രൈ മോശമല്ല, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം നിങ്ങൾക്ക് തന്നത് ഒരു തരത്തിലത് മോശമല്ലെന്ന് ഞാൻ അവരോട് പറയുമ്പോൾ അവരെൻ്റെ നേരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണത്ത് നോക്കേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് തന്നത് നല്ല ഉറപ്പുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയുമ്പോൾ അടുത്ത അപ്പം അവരുടെ കൂടെയുള്ള സ്ത്രീകൾ വന്ന് പറഞ്ഞു, ഇത് മണത്ത് നോക്കുക, ഈ ബീഫ് ഫ്രൈ മണത്ത് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നെങ്കിൽ ഈ ബീഫ് ഫ്രൈ കളഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോയി സംസാരിക്കുന്നു പറഞ്ഞു. അപ്പം കടയിൽ നിന്ന് കഴിക്കുന്ന കസ്റ്റമർ പറയുന്നത് കഴിച്ചവരെല്ലാം പറഞ്ഞു, നിങ്ങൾ അവരുടെ പൈസ കൊടുക്കുക, പയ്യൻ്റെ പൈസ കൊടുക്കുക എന്നിങ്ങനെ ഓരോ അച്ചായന്മാരെല്ലാം പറഞ്ഞു. അങ്ങനെ കഴിച്ചിരുന്നവരെല്ലാം പറഞ്ഞു പൈസ കൊടുക്കുക. അപ്പോഴത്തേനും സംഗതി കടയ്ക്കകത്ത് ബഹളമായി, പ്രശ്നങ്ങളായപ്പോഴത്തേനും ഇവർ പുറത്തിറങ്ങി സിനിമ കഴിഞ്ഞ സമയമായപ്പോഴത്തേനും ഒരു 10-10:30 കൂടി ആയിരുന്നു. അപ്പം പാലാ ഇരാറ്റുപേട്ട റോഡിൽ നിറച്ചും വാഹനങ്ങൾ വരികയും അവർ ഈ വാഹനത്തിൽ നിന്ന് ആൾക്കാർ ഒതുക്കിയിട്ടിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ഇതെന്നാന്ന് പ്രശ്നം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇവരെല്ലാം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം, നാട്ടുകാരായിട്ട് ഇങ്ങനെ കുന്തും താളും ബഹളം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയെ കയറിപ്പോൾ നിങ്ങൾ അവരായിട്ട് കരക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നെല്ലാം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേനും ഇവരങ്ങോട്ട് പിന്നെ നമ്മളെ അങ്ങോട്ട് വിടുന്നില്ല. ഞാൻ കടയ്ക്കകത്ത് പുറത്തിറങ്ങി ഇവരുടെ ഒരു സംസാരിക്കുകയും പോയില്ല. ഞാൻ ഈ ഡ്രൈവർ ഒരു ബീഫ് ഫ്രൈ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ആ ബീഫ് ഫ്രൈ നിങ്ങൾ തിരിച്ചു തരണം, നിങ്ങൾ ഒരു കാരണവശാലും പുറത്ത് കൊണ്ടുവച്ചത് തന്നെ പിടിപ്പിക്കാൻ നോക്കില്ല, കടയ്ക്കകത്ത് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്തോ, ഞാൻ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏർപ്പെടുത്തലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു പോലീസിനെ ആരംഭിച്ചു. പോലീസ് പെട്ടെന്ന് 2 വണ്ടി പോലീസ് വന്നു, ഒരു വനിതാമട ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ വന്നു. അവർ പറഞ്ഞു നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാതെ പോകുമ്പോൾ ആ വനിതാമടത്തിനോട് ഒരു പെണ്ണ് ഭയങ്കരമായിട്ട് തട്ടിക്കയറുകയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം SI പറഞ്ഞു, പിന്നെ അവരുടെ പൈസ കൊടുക്കാൻ പറഞ്ഞു. പൈസ കണക്കൂട്ടി എനിക്കെല്ലാം കൂടെ തരേണ്ടത് 2578 അടുത്തുണ്ട്. ഒരു 1428 എനിക്ക് ഗൂഗിൾ പേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ അവരോട് ആകുന്ന പറഞ്ഞത്. അവർ തന്നെ സമ്മതിക്കില്ല. അവരെന്തായാലും ഇതുമായിട്ട് ഏറ്റുപിടിച്ചിങ്ങനെ എന്ത് ചെയ്യും. അപ്പം വണ്ടിയായിട്ട് ഡ്രൈവർ ബീഫ് ഫ്രൈ കൊണ്ടുപോയതാണ് ഈ പ്രശ്നമായത്. ബീഫ് ഫ്രൈ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്ന് 2 കഷ്ണം കൊണ്ട് മണത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ മണത്ത് നോക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇത്രയും വിഷയമായി നമ്മുടെ കടയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവരെ തല്ലാനോ അടിക്കാനോ ചീത്ത പറയാനോ ഒന്നിനും ഒരു കാര്യത്തിനും ഞാൻ ഇവരായിട്ട് പോയിട്ടില്ല. 20 വർഷത്തിലേറെയായി തട്ടുകട നടത്തുന്ന ഇയാൾ ഇതുവരെ പഴകിയ ഭക്ഷണം നൽകിയിട്ടില്ലെന്നും മദ്യലഹരിയിലായിരുന്നു എന്നും ജോയ് പറഞ്ഞു. ആക്രമിച്ച ശേഷം സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി കള്ളക്കേസ് കൊടുക്കാനും ജോയിയെയും വ്യാപാര സ്ഥാപനത്തെയും പൊതുസമൂഹത്തിനു മുമ്പിൽ താഴ്ത്തിക്കെട്ടുന്നതിനും വന്നവർ ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുവെന്നും ടോണി തൈപ്പറമ്പൻ പറഞ്ഞു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അധികാരികൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. വിഷയത്തിൽ എറണാകുളം വരാപ്പുഴ സ്വദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തട്ടുകട ഉടമ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോയ്സ് ഉടമ ജോയിയും ടോണി തൈപ്പറമ്പനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4u ന്യൂസ് പാലാ.